പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവചനം ലൂക്കാസ് വിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 25-26 വചനങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ശ്രവിച്ചതുപോലെ യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലെ ഒരു സിനഗോഗിൽ വെച്ച് യഹൂദന്മാരോട് പറയുന്നതാണ് ഈ വചനവും. പിതാവായ ദൈവത്തിൻ്റെ രക്ഷ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനു മാത്രമല്ല, വിജാതീയർക്കും സംലഭ്യമാണെന്ന സദ്വാർത്ത അവരെ അറിയിക്കാൻ പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവത്തിൻ്റെ വിവരണമാണ് ഈ വചനം. യേശു അവരോട് പറഞ്ഞു, ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ സിദോനിലെ സിറപ്തായിലെ ഒരു വിധവയുടെ അടുക്കത്തേക്കല്ലാതെ മറ്റാരുടെ അടുത്തേക്കും ഏലിയ അയക്കപ്പെട്ടിട്ടില്ല. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഈ സംഭവം നടക്കുന്നത് സീദോൻ എന്ന വിജാതീയ ദേശത്തിലെ സിറപ്ത എന്ന പട്ടണത്തിലാണ്. 3.5 വർഷക്കാലം മഴ പെയ്യാതെയും വരൾച്ച ബാധിച്ചും ഇസ്രായേലിലും സമീപ പ്രദേശത്തും കടുത്ത ക്ഷാമവും ദുരിതവും വന്നു. ദൈവം ഏലിയായെ അപ്പോൾ സിറപ്തായിലെ ഒരു വിധവയുടെ ഭവനത്തിലേക്ക് അയച്ചു. പട്ടിണി കിടന്ന് മരിക്കാറായ വിധവയെയും അവരുടെ ഏക മകനെയും ഏലിയ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അവരുടെ കലത്തിലെ മാവോ ഭരണിയിലെ എണ്ണയോ വറ്റിപ്പോകാതെ ഏലിയായിലുള്ള ദൈവീയ ശക്തി സംരക്ഷിച്ചു. ബാൽദേവൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവരായിരുന്നു ഫിനീഷ്യയിലും സിറപ്തായിലുള്ള വിജാതിയർ. അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന അഹബ് രാജാവിൻ്റെ ഭാര്യ ജസബൽ ഫിനീഷ്യക്കാരിയായിരുന്നു. അവർ ഇസ്രായേൽ രാജ്ഞിയായി വന്നപ്പോൾ തൻ്റെ ദേവന്മാരെ ആരാധിക്കാൻ ഇസ്രായേലിലെ ജനങ്ങളെയും പ്രേരിപ്പിച്ചു. അങ്ങനെ കൃഷിയുടെ ദേവനായ ബാലിനെ ആരാധിക്കാൻ ഇസ്രായേലിലെ ദൈവജനം കൈകൾ ഉയർത്തിയപ്പോൾ എലിയ പ്രവാചകൻ അവരെ ശിക്ഷിക്കാനാണ് 3.5 വർഷക്കാലം ഇസ്രായേലിലും സമീപ പ്രദേശങ്ങളിലും മഴ പെയ്യിക്കാതെ ആകാശമടച്ച് അവിടെ ക്ഷാമവും വരൾച്ചയും വരുത്തിയത്. യഥാർത്ഥ ദൈവം ഏതെന്ന് ഇസ്രായേൽ ജനത്തിന് അസന്നിഗ്ധമായി വിശ്വസിക്കാൻ കഴിയാതിരുന്നൊരു കാലഘട്ടമായിരുന്നു അഹബ് രാജാവിൻ്റെ ഭരണകാലം. തൻ്റെ ദൈവത്തിൻ്റെ അസ്തിത്വവും ആ ദൈവത്തിൻ്റെ വചനശക്തിയും തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കൊടുക്കാൻ ഏലിയ പ്രവാചകൻ കാർമൽ മലയിൽ ഒരു ബലിപീഠം ഒരുക്കി ദൈവത്തിന് ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു. വിജാതീയ പ്രവാചകന്മാരെ മുട്ടുമടക്കി തലതാഴ്ത്തി ലജ്ജിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഏലിയായ ബലി സ്വീകരിച്ചു. പിന്നീട് ഏലിയായുടെ പ്രാർത്ഥനയുടെ ഫലമായി ആകാശം തുറക്കുകയും ഭൂമിയിലെങ്ങും മഴ പെയ്യുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സർവ്വരെയും രക്ഷിക്കുന്ന തൻ്റെ കരബലവും മാനവരാശിക്ക് മുഴുവനും ഉള്ളതാണ്. അവൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അവൻ്റെ ഹിതത്തിനൊത്ത് നമ്മുടെ ജീവിതം ക്രമീകരിച്ചാൽ അവൻ നമ്മെ ചേർത്ത് നിർത്തും. ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. ആമേൻ.